മഴയാണല്ലോടാ, നല്ല തണുപ്പുണ്ട്. നമ്മുടെ നാടല്ലേലും ഒരു സുന്ദരി തന്നെ. അച്ചാ, സഞ്ചിയൊക്കെ ആയിട്ട് എങ്ങോട്ടാ? സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴാ ക്യാമ്പിലേക്ക് പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. ദൈവമേ, ഈ മഴ കാണുമ്പം പേടിയുമുണ്ട്. നമ്മളെ ഡാമിനെ ഓർത്തെന്നും വിഷമിക്കേണ്ട അവസ്ഥയാണ് നമ്മൾക്ക്. ഈ ചിരിയൊക്കെ നമ്മളുടെ എന്നും ഉണ്ടാവോടാ. ദൈവമേ, മഴയാണല്ലോ. ഞാനും എന്റെ കുടുംബവും ഇത്തവണയും ക്യാമ്പിലേക്ക് പോകേണ്ടി വരുമോ? എന്ന് തീരും എന്റെ കുടുംബത്തിന്റെ ഈ അവസ്ഥ? അമ്മയെ, പുറത്ത് നല്ല മഴയാണ്. ഇത്തവണയും നമ്മൾ ക്യാമ്പിലേക്ക് മാറണമെന്നാണ് തോന്നുന്നത്. എന്ത് ചെയ്യാനാ മോളെ? നമ്മളുടെ ഡാമിനെ ഓർത്ത് എന്നും പേടിയോടെയാണ് നമ്മൾ കിടക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപകമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിന്റെ സ്വാധീനത്താൽ അടുത്ത 3 ദിവസം മഴ കനക്കുമെന്നാണ്. ഇങ്ങനെ ചെളിയാണെങ്കിൽ ഡാമിനടിയിലെ സിൽ പ്രഷർ എത്രത്തോളം ആവുമെന്ന് അറിയാൻ പാടാം. 130 വർഷത്തെ ചെളികൂമ്പാരം മൊത്തം അതിനടിയിലുണ്ടല്ലോ. ഡാമിനടിയിൽ കുറെ അധികം ചെളിയുണ്ട്. ഇനി എത്ര നാളിങ്ങനെ അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്ത് പിടിച്ചു നിൽക്കും? 130 വർഷമായില്ലേ? ഡാം തന്നെ വല്ലാതെ ക്ഷീണിച്ചു കാണും. എങ്ങനെയാണെങ്കിലും ഈ നാടിനെയും നാട്ടുകാരെയും രക്ഷിച്ചേ പറ്റുക. വീണ്ടും മഴ കൂടിക്കൂടി വരുന്നു. ക്യാമ്പിലേക്ക് പോയിട്ട് വരുമ്പോൾ നമ്മുടെ വീട് തന്നെ ഉണ്ടാവുമെന്ന് പേടിയാണ്. ദൈവമേ, ഞങ്ങൾക്ക് പേടിയില്ലാണ്ടൊന്ന് ഉറങ്ങാൻ ആര് വരും ഞങ്ങളെ രക്ഷിക്കാൻ? കടലിൽ പോയി. സംസ്ഥാനത്ത് മലയോര ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിൽ. ഇതോടെ അണക്കെട്ടിന്റെ ചുമതലയുള്ള തമിഴ്നാട് ഉദ്യോഗസ്ഥർ ഇടുക്കി കലക്ടർക്ക് ആദ്യം മുന്നറിയിപ്പ് നൽകി. പണ്ട് മഴ കാണുമ്പോ മനസ്സിനൊരു കുളിരായിരുന്നു. ഇതിപ്പോ സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാ മതിയാക്കും. ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ മഴ. അത് പേടിയോടെ അല്ലാതെ വീണ്ടും ആസ്വദിക്കാൻ പറ്റും. ഈ കനത്ത മഴയത്തും കാറ്റത്തും നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി. ഒരു ആപത്ത് വരുമ്പോഴാണ് യഥാർത്ഥ സൂപ്പർ ഹീറോസ് പിറവിയെടുക്കുന്നത്.